അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ, ചില റിസ്കി സിനിമകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ഇതും സാക്ഷാത്കരിക്കാനായിട്ട് ഞാൻ വല്ലവരുടെ പൈസ എടുത്തിട്ട് കളിച്ച് അവരെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിരാശൊക്കെ ചെയ്തപ്പോഴും ഞാനിപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ മുകേഷ് ശർമ്മ അവരും പടം കണ്ട് പറഞ്ഞു 50-50 ചാൻസ്, അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. പക്ഷെ ആ സിനിമ ഒരു നല്ല സിനിമ തന്നെയാണ്. അതിനകത്ത് ആൾക്കാർക്ക് കിട്ടിയ ഇമ്പാക്റ്റിനകത്ത് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മളത് ഫിനാൻഷ്യലി സേഫ് ആവുന്ന രീതിയിൽ, പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമില്ലാത്ത രീതിയിൽ ഇത് ചെയ്തു. ഒരു ഗാംബ്ലിംഗ് ആണ് അത് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇനിയും സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആൾക്കാർ ഇനി അത് പ്രതീക്ഷിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട് വരരുതെന്നോർത്ത് പറയുന്നതാണിത്. സാറിനെ സംബന്ധിച്ച് പേഴ്സണലി ഏത് കൈൻഡ് ഓഫ് മൂവീസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എന്തും പിടിക്കും. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നാലും നമ്മൾ എന്തും പിടിക്കും. അതിപ്പോ ഹൊറർ ആണെങ്കിലും കോമഡി സിനിമയാണേലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഏതൊരു ജോണർ ഹിസ്റ്റോറിക്കൽ എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ പിടിക്കും. ഞാൻ ഒന്നും ആലോചിക്കുന്നത്, എൻ്റെ പുറത്തുനിന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് വന്നാൽ അത് ഡിഫറെന്റ്, വേറെ ഈ ത്രില്ലർ അല്ലാത്തതാണ് ഞാൻ കൂടുതലും താല്പര്യപ്പെടുന്നത്. അതിന് എൻ്റെതായ രീതിയിൽ അതിനൊരു പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു ആക്ടറിന് എല്ലാ തരത്തിലുള്ള വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ടർ, ബേസിക്കലി ഞാൻ എന്നെ ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ കഥ പറയാം. അപ്പോൾ എല്ലാ വ്യത്യസ്തമായ കഥകൾ പറയണമെന്ന്, കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.